മാഷെ, പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ CPM-ന് ആശ്വാസമാണ്. പിഴച്ചതാർക്കാണ്? CBI-ക്കാണോ അതോ നേട്ടം കൊയ്ത CPM-നാണോ? അല്ല, ഈ കേസിൽ CPM-ന് നേട്ടമുണ്ടോ കോട്ടമുണ്ടോ എന്നുള്ളതിനേക്കാൾ ഉപരി ആ കേസിൽ CBI ഇടപെട്ട് ഈ പറയുന്ന CPM നേതാക്കളെ അതിൽ പ്രതികളാക്കി ചേർത്തു എന്ന് പറയുന്ന വാദം CPM-ആണ് കുറച്ച് മുമ്പ് മുന്നോട്ട് വെച്ചിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ കോടതിയിൽ പോവുകയും കോടതി ചെന്ന സമയത്ത് അതിന് സ്റ്റേ കിട്ടുകയും ചെയ്തത് എന്ന് പറഞ്ഞാൽ പ്രഥമ ദൃഷ്ട്യാ അവരുടെ വാദത്തിന് കാമ്പുണ്ട് അല്ലെങ്കിൽ കഴമ്പുണ്ട് എന്ന തോന്നലാണ് നമുക്കുണ്ടാകും. പക്ഷേ പെരിയ ഇരട്ടക്കൊലപാതകത്തിൽ പങ്കെടുത്തിരുന്ന ആളുകൾക്കെല്ലാം കോടതി വളരെ കൃത്യമായിട്ട് ശിക്ഷ നൽകിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇന്നലെ വന്ന വിധിയിൽ CPM പ്രവർത്തകനെ വെട്ടിക്കൊന്ന RSSകാർക്കും അതേപോലെ തന്നെ ശിക്ഷ കോടതി നിശ്ചയിച്ചിട്ടുണ്ട്. ഇതൊക്കെ പൊതുവെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് രാഷ്ട്രീയ കൊലപാതകങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിൽ പാടില്ല എന്നുള്ള കോടതി ആ കാര്യത്തിൽ വടിയെടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ അവിടെ ആണ് ഇപ്പോൾ ഒരു ട്വിസ്റ്റ് വന്നിരിക്കുന്നത്. ശരിക്കും ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ വളരെ വിശദമായിട്ട് CPM-ൻ്റെ ഈ രാഷ്ട്രീയ കൊലപാതകത്തിലുള്ള ഇടപെടലിനെക്കുറിച്ച് ഗൗരവമായിട്ട് ചർച്ച ചെയ്തതാണ്. CPM കൊലപാതക രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങണം. അത് TP ചന്ദ്രശേഖരൻ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ കൊലപാതകങ്ങളിലും വളരെ ശക്തമായിട്ട് പൊതുസമൂഹം ആ വാദത്തിൻ്റെ കൂടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതിൽ ഒരു ചെറിയ പ്രശ്നമുണ്ടായത്, ഈ പെരിയ ഇരട്ടക്കൊലപാതക കേസ് CBI-യുടെ മുന്നിൽ വന്ന സമയത്ത് CBI അഡീഷണലായിട്ട് പ്രതി ചേർത്ത ആളുകളാണ് ഇപ്പോൾ അവരുടെ ശിക്ഷയിൽ നിന്ന് സ്റ്റേ വാങ്ങി മുക്തരായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് വീണ്ടും കോടതിയിൽ വരുമ്പോൾ മാത്രം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. 4 CPM പ്രവർത്തകരാണ്. പുതുമ MLA KV കുഞ്ഞിരാമൻ, CPIM ഏരിയ സെക്രട്ടറി K മണികണ്ഠൻ, രാഘവൻ വെളുത്തേരി, MK ഭാസ്കരൻ എന്നിവർ നൽകിയ അപ്പീൽ പരിഗണിച്ചാണ് ശിക്ഷ സ്റ്റേ ചെയ്തത്. അതെ, ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ CPM-ൻ്റെ സമുന്നതരായിട്ടുള്ള നേതാക്കളാണ്. ഒരു മുൻ MLA-യൊക്കെയാണ്. അദ്ദേഹമൊക്കെ കൊലപാതകയാണോ എന്ന് വന്നാൽ CPM-ന് കൊലപാതക രാഷ്ട്രീയത്തിലുള്ള നേതൃസ്ഥാനത്ത് നിന്ന് ഒരു കാരണവശാലും മാറിപ്പോകാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് അതിശക്തമായിട്ട് പാർട്ടി ഇക്കാര്യത്തിൽ ഇടപെട്ടു. അങ്ങനെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇവർ നിരപരാധികളാണ് എന്ന് പാർട്ടി ശക്തമായിട്ട് പറയുകയും അതിന് നേതൃത്വം ഏറ്റെടുത്തിട്ട് P ജയരാജ് ജയിലിനകത്ത് കയറിയ കാഴ്ച നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ ജയിലിൽ കയറി എന്ന് മാത്രമല്ല, ജയിലിൽ കയറി എന്താണെന്ന് ചോദിച്ച സമയത്ത് പുസ്തകം കൊടുക്കാനാണ് എന്നാണ് പറഞ്ഞത്. പുസ്തകം കൊടുക്കാനായിട്ട് തന്നെയാണ് P ജയരാജൻ ജയിലിൽ പോകണം, അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ P ജയരാജന് അങ്ങനെ അവിടെ ചെല്ലാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ 4 സഹാക്കൾക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ആത്മധൈര്യം കൊടുക്കുകയും ചെയ്യുന്നു. സഹാവ് ഭയപ്പെടേണ്ടതില്ല, ജയിലറ കാട്ടി ആരും നമ്മളെ ഭയപ്പെടുത്തില്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയും പാർട്ടി കൂടെ നിൽക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ്. ഏത് പുസ്തകമായിരിക്കും മാഷെ കൊടുത്തത് ജയിലിൽ കിടന്ന് വായിക്കാനായിട്ട്? ജയിലിൽ കിടന്ന് വായിക്കാൻ ഇഷ്ടംപോലെ പുസ്തകങ്ങൾ, അത് ഗാന്ധിയുടെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. പക്ഷേ ഇവിടെ സാധാരണ രീതിയിൽ പഴയ കാലത്ത് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ, എനിക്കൊക്കെ വളരെ ബഹുമാനമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരൊക്കെ ജയിലിൽ കിടന്ന് വായിച്ച് പഠിച്ച് വളർന്ന് വളരെ നല്ല രീതിയിൽ സമൂഹത്തെ മനസ്സിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയൊക്കെ ചെയ്ത ആളുകളാണ്. ഈ സ്വാതന്ത്ര്യ സമര കാലത്ത് ഒരുപാട് നേതാക്കൾ ജയിലിൽ അടക്കപ്പെട്ടപ്പോൾ ആ ഘട്ടങ്ങളിലൊക്കെ അവർ ജയിലറയെ ശരിക്കും പറഞ്ഞാൽ ഒരു ലൈബ്രറിയാക്കി മാറ്റിയിരുന്ന ആൾക്കാർ. അങ്ങനെ മാറ്റിയാണ് അവർ വളരെ പ്രഗത്ഭരായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരായിട്ട് പിന്നീട് മാറുന്നത്. കാരണം അവരുടെ ശരീരവും മനസ്സുമൊക്കെ ജയിലറയ്ക്ക് അകത്ത് അടക്കപ്പെടുമ്പോൾ അത് ജയിലിലാണ് എന്നുള്ള ഒരു ഫീൽ അവർ ഉണ്ടാക്കുന്നില്ല. കാരണം ശരീരം അവിടെ കിടന്നോട്ടെ, പക്ഷേ അവർ മനസ്സുകൊണ്ട് എന്ത് ചെയ്യാണ്, ജയിലറൊക്കെ പുറത്തേക്ക് സഞ്ചരിക്കാൻ തുടങ്ങുകയാണ് ചെയ്യുന്നതാണ് പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ പുസ്തകം വായന എന്ന് പറയുന്നത് ജയിലിൽ കിടക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകർ, കാരണം നിയമപരമായി തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, രാഷ്ട്രീയ പ്രവർത്തകർക്ക് പുസ്തകം കൊടുക്കുന്നുണ്ട്, വായിക്കാൻ കൊടുത്തുകൊള്ളണം എന്നാണ് ശരിക്കും പറഞ്ഞാൽ ജയിൽ നിയമം. അതാണ് ശരിക്കും. ജയരാജന് ജയിലിനകത്ത് കയറി പുസ്തകം കൊടുക്കാൻ അങ്ങനെ സാധിക്കും? പുറത്തുനിന്ന് ഒരാൾക്കകത്ത് കയറി പുസ്തകം കൊടുക്കാൻ അല്ല, അദ്ദേഹം വേണ്ട ജയിൽ സമിതിയുടെയൊക്കെ ചെയർമാനോ മറ്റോ ഒക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കയറിയിരിക്കുക. പിന്നെ മാത്രമല്ല, CPM ഭരിക്കുന്ന ഒരു കാലമാണ്. കണ്ണൂർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കണ്ണൂരിൽ ഇവർ എവിടെയൊക്കെയാണ് കയറാത്തത് എന്ന് നമുക്ക് അറിയില്ല. എവിടെയും കയറാൻ പറ്റുന്ന തരത്തിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ലല്ലോ. എപ്പോഴും അതുകൊണ്ടാണ് കണ്ണൂർ ലോബിക്കെതിരെ അതിശക്തമായിട്ടുള്ള പ്രചാരണം തന്നെ വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്തായാലും ഈ കേസിൽ ഇപ്പോൾ
താൽക്കാലികമായിട്ട് CPM-ന് രാഷ്ട്രീയമായിട്ടുള്ള നേട്ടം ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞു. ആ നേട്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാർ CBI-ആയിരിക്കും. കാരണം CBI-യുടെ പാളിച്ചയിൽ നിന്ന് തന്നെയായിരിക്കണം ഇവിടെ ഇത്തരത്തിലൊരു സ്റ്റേ ഹൈക്കോടതിയിൽ അതിന് ലഭിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടാവുക. എവിടെയും ലൂപ്പ് ഹോള്, നിയമത്തിലെപ്പോഴും ഈ ലൂപ്പ് ഹോളുകളാണ് ഒരാളെ രക്ഷപ്പെടുത്തുന്നതും ഒരാളെ കൊടുക്കുന്നതും അതുതന്നെയാണ്. ഇവിടെ എനിക്ക് തോന്നുന്നത് CBI എടുത്തിരിക്കുന്ന രീതികൾ, കാരണം കൊലപാതകത്തെക്കുറിച്ച് അറിയാമായിരുന്നിട്ടും അത് തടയാൻ അവർ ശ്രമിച്ചില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവർക്ക് 5 കൊല്ലക്കാലത്തെ ജയിൽ ശിക്ഷ കൊടുത്തിരിക്കുന്നത്. അതിലെന്തോ നിയമപരമായിട്ടുള്ള പോരായ്മകളുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ പോരായ്മയെ ലൂപ്പ് ഹോളിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ അവർ അപ്പീൽ കൊടുക്കുകയും ആ അപ്പീൽ അംഗീകരിക്കപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റേ വരികയും ചെയ്തിരിക്കുന്നു. വിശദമായിട്ടുള്ള വാദം കോടതി വീണ്ടും കേൾക്കും. അങ്ങനെ കേൾക്കുന്ന സമയത്ത് എന്താണ് അതിന് സംഭവിക്കുക എന്നുള്ള കാര്യം നമുക്കിപ്പോൾ പറയാനായിട്ട് കഴിയില്ല. ഇതിപ്പോൾ അറിഞ്ഞിട്ടും ഇങ്ങനൊരു ഗൂഢാലോചന നടക്കുന്നു അല്ലെങ്കിൽ കൊലപാതക നടക്കാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞിട്ടും ഇവർ കൃത്യമായ അറിയിപ്പ് പോലീസിനോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർക്കോ നൽകിയില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്കെതിരെ ഇപ്പോൾ CBI കോടതിയിൽ കേസ് വന്നിരിക്കുന്നത്. അതാണ് ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അത് പിന്നെ കുടുംബത്തിനേറ്റൊരു തിരിച്ചടി കൂടിയല്ലേ മാഷെ? കാരണം 2 കൃപേഷും ശരത് ലാൽ എന്ന് പറയുന്നത് ഒരുപാട് പ്രായമുള്ള ആളുകളല്ല, ചെറുപ്പക്കാരാണ്. അവർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി എന്നതിനപ്പുറം മറ്റൊന്നും അവർ ചെയ്തിട്ടില്ല. ഒരു ഭീകരവാദികളോ അല്ലെങ്കിൽ മാവോയിസ്റ്റുകളോ രാജ്യദ്രോഹപരമായ കാര്യങ്ങൾ ചെയ്യുന്ന യുവാക്കളോ അല്ല. എന്നിട്ട് പോലും അവരെ അതിക്രൂരമായി കൊലപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പോൾ ഇവരെ കൊലപ്പെടുത്താൻ എന്തെങ്കിലും പദ്ധതി ഉണ്ട് എന്നറിഞ്ഞു. ഇപ്പം നമ്മൾ പറയുമല്ലോ, കൊല്ലുന്നതിനേക്കാൾ ശിക്ഷയാണ് പിന്നെ ആസൂത്രണം ചെയ്യുന്നതിന് എന്ന് പറയും. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും അറിഞ്ഞു എങ്കിൽ ഇങ്ങനെ ഒരു സാധ്യത ഉണ്ട് എന്ന് അറിയിക്കാനുള്ള ഒരു കടമ ഇവർക്കില്ലേ? അല്ല, അതുകൊണ്ടാണല്ലോ കോടതി അങ്ങനെ ശിക്ഷിച്ചത്, 5 വർഷക്കാലത്ത് ശിക്ഷ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ. പക്ഷേ അതിൽ എടുത്തിരിക്കുന്നതായിട്ടുള്ള നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ തെളിവുകൾ, ഈ കാര്യങ്ങളിലേക്ക് പോരായ്മകളുണ്ടെങ്കിൽ അത് സ്റ്റേ ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പം എങ്ങനെയാണ് ആ കാര്യങ്ങൾ നമ്മളുടെ പ്രശ്നം എന്താണ്? നമ്മൾ സാധാരണ രീതിയിൽ പൊതുസമൂഹം പറയുന്നൊരു കാര്യം എന്താണ്? കൊല്ലുന്നത് ഉപകരണമാണ്, കൊല്ലിച്ചവനാണ് ഇതിനകത്ത് ഏറ്റവും അപകടകാരി എന്നുള്ളതാണ്. അതുകൊണ്ട് ഗൂഢാലോചന നടത്തുന്നവർക്കെതിരെയാണ് അതിശക്തമായിട്ടുള്ള നിയമ നടപടികൾ വേണം എന്ന് പൊതുസമൂഹം ആവശ്യപ്പെടുന്നത്. കാരണം പലപ്പോഴും സംഭവിക്കുന്നത് എന്താണ്? ഇത് ഈ കൊല്ലാൻ ഒരുത്തൻ വരുന്നു, കത്തി കൊടുത്തുകൂടെ, നീ പോയി കുത്തിക്കൊല്ലടാന്ന് പറയുമ്പോൾ അവൻ പോയി അത് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് വേറെ ഉപകരണം മാത്രമാണ്. പക്ഷേ ഇത് ചെയ്യിപ്പിക്കുന്നൊരു മനസ്സുണ്ട്, അതാണ് ഏറ്റവും ഭീകരമായിട്ടുള്ള മനസ്സെന്നാണ്. ആ മനസ്സിൻ്റെ ഉടമയായിട്ടുള്ള ആളുകളെയാണ് സാധാരണ രീതിയിൽ ശിക്ഷിക്കേണ്ടതെന്നാണ് പൊതുസമൂഹം ആവശ്യപ്പെടുന്നത്. കാരണം അവരിലേക്ക് ശിക്ഷ നീളും എന്ന് കണ്ടാൽ അവർ പിന്നെ ഇത്തരം പണിക്ക് ഇറങ്ങിത്തിരിക്കാനുള്ള സാധ്യത കുറയുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ അവരുടെ വാദം എന്താണെന്ന് വെച്ചാൽ അവർക്കൊന്നും അറിയില്ല, അവരൊരിക്കൽ പോലും അങ്ങനെയുള്ള ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടില്ല എന്ന് തന്നെയാണ് അവരിപ്പോഴും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അതിൽ പങ്കെടുത്തു എന്ന് തെളിയിക്കപ്പെട്ടാൽ അത് പാർട്ടി നേരിട്ട് നടത്തിയ കൊലപാതകമാണ് എന്ന് വ്യക്തമാക്കപ്പെടും. അത് വ്യക്തമാക്കപ്പെടാത്തിടത്തോളം കാലം മാത്രമേ CPM-ന് കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ നേതൃസ്ഥാനത്ത് മാറി നിൽക്കാനായിട്ട് കഴിയും. പാർട്ടി തന്നെയാണത് ചെയ്തത് എന്ന് കോടതിയിൽ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ഒരിക്കൽ പോലും പിന്നീട് പാർട്ടിയുടെ മേൽ പതിച്ചിരിക്കുന്ന ആ ആക്ഷേപത്തിൽ നിന്നും അതേപോലെ അതിൻ്റെ പാവത്തിൽ നിന്നും പാർട്ടിക്ക് രക്ഷപ്പെടാനായിട്ട് സാധ്യമല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പം അതുകൊണ്ട് ഈ വിഷയത്തിൽ ഗൗരവമായിട്ടുള്ള പരിശോധന നടക്കുമ്പോൾ മാത്രമേ നമുക്ക് വ്യക്തമായിട്ട് കാര്യം മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇപ്പം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് 4 പേർക്ക് സ്റ്റേ കിട്ടിയിരിക്കുന്നു, അവരുടെ ശിക്ഷയ്ക്ക് സ്റ്റേ കിട്ടിയിരിക്കുന്നു. വീണ്ടും സ്റ്റേ കിട്ടുക എന്ന് പറഞ്ഞാൽ അവരെ വിമുക്തരാക്കുക എന്നല്ല, സ്റ്റേ എടുത്തിരിക്കുന്നത് വീണ്ടും പരിശോധിച്ചിട്ട് അതിൽ ഇവർ പറയുന്ന ന്യായത്തിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടെങ്കിൽ ഇവർക്ക് അനുകൂലമായിട്ടുള്ള നടപടികളുണ്ടാകും. ഇല്ലെങ്കിൽ ഈ 5 വർഷം വീണ്ടും അവർ തടവുകാർ തന്നെയാണ്. അപ്പോൾ ഒരു തടവിൽ നിന്ന് അവരെ മുക്തരാക്കിയിട്ടില്ല. പക്ഷെ വീണ്ടും അത് പരിശോധിക്കാനായിട്ടുള്ള പരിഗണന, അതാണ് അപ്പീൽ. ആ അപ്പീൽ അംഗീകരിച്ചിരിക്കുന്നു എന്ന് മാത്രമേ നമ്മൾ കണക്കാക്കേണ്ടതുള്ളൂ. കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് വീണ്ടും വിശദമായിട്ടുള്ള വാദമെല്ലാം കേട്ട്, വാദവും പ്രതിവാദവും ഒക്കെ കേട്ട് കഴിയുമ്പോൾ കോടതിക്ക് ബോധ്യം വരികയാണ് ഇവരെ ശിക്ഷിക്കേണ്ടതാണെന്ന്, ഇവർക്ക് ശിക്ഷ കിട്ടും. തീർച്ചയായിട്ടും.